സർവകലാശാലകളിൽ ടെൻഡർ ഒഴിവാക്കി 116 കോടിയുടെ മരാമത്ത് പണി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയത് വിവാദമാകുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ആകട്ടെ സർക്കാർ ഉത്തരവ് ലംഘിച്ച് ഊരാളുങ്കലിന് 50% അഡ്വാൻസ് നൽകിയെന്ന വിവരമാണ് പുറത്തുവന്നത്. ഓഡിറ്റ് വകുപ്പിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ഈ നടപടി. കണ്ണൂർ, കാലിക്കറ്റ്, MG, മലയാളം സാങ്കേതിക സർവകലാശാലകളുടെ 116 കോടി രൂപയുടെ മരാമത്ത് പണികൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നൽകിയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു തന്നെയാണ് നിയമസഭയെ അറിയിച്ചത്. പാനൽ ടെൻഡർ ക്ഷണിക്കാതെയും ഊരാളുങ്കലിന് കരാറുകൾ നൽകിയിട്ടുണ്ട്. TV ഇബ്രാഹിം MLA ചോദ്യത്തിനാണ് മന്ത്രി നിയമസഭയിൽ ഉത്തരം നൽകിയത്. കേന്ദ്ര സർക്കാരിൽ നിന്നും UGCയിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുന്ന ഗ്രാന്റാണ് സർവകലാശാലകൾ കൂടുതലായും ചെലവിടുന്നത്. ഇതാണ് പാനൽ ടെൻഡർ ക്ഷണിക്കാതെ ഊരാളുങ്കലിന് കരാറുകൾ നൽകിയത്. കണ്ണൂർ സർവകലാശാല 42 കോടി രൂപയുടെയും കാലിക്കറ്റ് 30 കോടിയുടെയും MG 1.5 കോടിയുടെയും മലയാളം ഏകദേശം 1 കോടിയുടെയും സാങ്കേതിക സർവകലാശാല 42 കോടിയുടെയും കരാറാണ് ഊരാളുങ്കലിന് നൽകിയതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. എന്നാൽ കേരള സർവകലാശാല പതിവ് രീതി അനുസരിച്ച് ടെൻഡർ ക്ഷണിച്ച് വിവിധ കരാറുകാർക്കാണ് നിർമ്മാണ ജോലികൾ ഏൽപ്പിച്ചത്. ഊരാളുങ്കലിന് കരാർ നൽകിയിട്ടില്ല. എല്ലാ സർവകലാശാലകളിലും ഉയർന്ന ശമ്പളം പറ്റുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും മറ്റ് ഉദ്യോഗസ്ഥരും ഉള്ള എഞ്ചിനീയറിംഗ് വിഭാഗം പ്രവർത്തിക്കുമ്പോഴാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ പുറം കരാറുകാർക്ക് നൽകുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നും UGCയിൽ നിന്നുമുള്ള ഫണ്ടിൽ പൂർത്തിയാക്കേണ്ട കെട്ടിട നിർമ്മാണ ജോലികളും മാർക്ക് ടാബുലേഷൻ ഷീറ്റുകളുടെ ഡിജിറ്റലൈസേഷൻ ജോലികളും ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നൽകിയിട്ടുള്ളത്. MGയിൽ ബയോമെട്രിക് പഞ്ചിംഗ് മെഷീൻ നവീകരിക്കുവാനുള്ള ജോലിക്കും ഡിജിറ്റലൈസേഷൻ ജോലികൾക്കും കെൽട്രോൺ, സീഡിറ്റ് തുടങ്ങിയ അംഗീകൃത പാനലിലുള്ള സ്ഥാപനങ്ങൾ ഊരാളുങ്കലിനോടൊപ്പം ടെൻഡർ നൽകിയെങ്കിലും പിന്നീട് അവർ പിന്മാറിയത് സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ആക്ഷേപമുണ്ട്. സർക്കാർ ഉത്തരവ് പ്രകാരം കരാർ തുകയുടെ പരമാവധി 20% മാത്രമേ അഡ്വാൻസ് നൽകാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ ലംഘിച്ച് ഊരാളുങ്കലിന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് ഊരാളുങ്കലിന് 50% അഡ്വാൻസ് നൽകിയത് ചട്ടവിരുദ്ധമാണെന്ന് സർക്കാരിന്റെ ഓഡിറ്റ് വിഭാഗം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എസ്റ്റിമേറ്റ് തുക ഉയർത്തിക്കാട്ടിയ ശേഷം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാർ കൊടുക്കുന്ന പല ജോലികളും എസ്റ്റിമേറ്റ് തുകയ്ക്കുള്ളിൽ പണി തീർത്തതായി നിയമസഭാ രേഖകളിൽ കാണുന്നു. യൂണിവേഴ്സിറ്റികൾക്ക് UGCയും കേന്ദ്ര സർക്കാരും അനുവദിക്കുന്ന ഗ്രാന്റ് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് സർക്കാർ കരാർ ജോലികളിൽ നിന്നും വിഭിന്നമായി നിർമ്മാണ തുക കൃത്യമായി കരാറുകാർക്ക് ലഭിക്കും. അതേസമയം സർവകലാശാലകളിലെ മരാമത്ത്, ഡിജിറ്റലൈസേഷൻ ജോലികൾ ഊരാളുങ്കൽ സൊസൈറ്റിയെ ടെൻഡർ ഒഴിവാക്കി നൽകുന്നതിലൂടെ വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നതും സർവകലാശാല ഫണ്ട് ക്രമവിരുദ്ധമായി ചെലവിടുന്നതും സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകി.